പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ പറയായിരുന്നു തേച്ചൊരച്ച് കുളിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം വൃത്തിയാവൂ എന്നുള്ളത്. കാരണവന്മാരുടെ വാക്കല്ലേ, തെറ്റിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 2 വർഷം മുമ്പ് വരെയും ഞാൻ തേച്ചൊരച്ച് തന്നെയായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരുപാട് മൈക്രോഗ്യാൻസത്തിൻ്റെ ഇടയിലുള്ള ജീവിതമായതുകൊണ്ട് തന്നെ ലൂഫ ഇല്ലാതെ ഒരു കുളി എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഇടയിലും ആർക്കെങ്കിലുമൊക്കെ ഇതേ ശീലമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് ഈ വീഡിയോ. അതായത് ഇതേ ശീലവുമായിട്ട് കുറച്ചധികം നാൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പണി പുറകിന് വരുന്നുണ്ട്. എന്താണെന്നല്ലേ, മാക്കുലർ അമിലോയിഡോസിസ് എന്നാണ് ഈ കണ്ടീഷൻ്റെ പേര്. ഇതൊരു സ്കിൻ ഡിസീസാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ സൺ ടാൻ കൊണ്ടായിരിക്കാം. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ഒരേ ലാഘവത്തോടെ കാണാൻ ശ്രമിക്കരുത്. കാരണം എല്ലാത്തിൻ്റെയും കാരണങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ഒന്നാണ് ഈ കണ്ടീഷൻ. അതായത് നമ്മൾ തന്നെ കാരണം നമ്മുടെ ശരീരത്തിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് മാക്കുലർ അമിലോയിഡോസിസ്. നമ്മുടെ സ്കിന്നിന് മൊത്തം 3 ലെയേഴ്സാണുള്ളത്. ഏറ്റവും പുറത്തത്തെ ലെയറിനെ എപ്പിഡേർമിസ് എന്നും, രണ്ടാമത്തെ ലെയറിനെ ഡേർമിസ് എന്നും, ഏറ്റവും അകത്തെ ലെയറിനെ ഹൈപ്പോഡേർമിസ് എന്നുമാണ് വിളിക്കുന്നത്. ഈ എപ്പിഡേർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെൽസ് വെച്ചിട്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സെല്ലാണ് മെലനോസൈറ്റ് ആൻഡ് കെരാറ്റിനോസൈറ്റ്. ഈ 2 സെൽസിൽ നിന്നിട്ടുമാണ് മെലാനിനും കെരാറ്റിനും ഉണ്ടാകുന്നത്. നമുക്കറിയാം മെലാനിനും കെരാറ്റിനും നമ്മുടെ സ്കിന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട റോള് ചെയ്യുന്ന പിഗ്മെൻറ്റുകളാണ്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ മെലാനിനാണ്. മെലാനിനാണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നതും നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോണ്ടായിട്ട് കീപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ പറഞ്ഞ കെരാറ്റിനാണ്. ചില വ്യക്തികളിൽ അവരുടെ ശരീരത്തിലെ നോർമൽ പ്രോട്ടീനിന് മ്യൂട്ടേഷൻ നടന്ന് അമിലോയിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ, അതായത് കെരാറ്റിൻ പോലെയുള്ള പ്രോട്ടീന് ഡീജനറേറ്റായി അമിലോയിഡ് എന്ന പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ അമിലോയിഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ അബ്നോർമലായിട്ടുള്ള പ്രോട്ടീൻസാണ്. ഈ പ്രോട്ടീൻസ് നമ്മുടെ സ്കിന്നിലും അതുപോലെ ഓർഗൻസിലും ടിഷ്യൂസിലും ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ആവും. ഈ കണ്ടീഷനെയാണ് അമിലോയിഡോസിസ് എന്ന് വിളിക്കുന്നത്. ഈ അമിലോയിഡോസിസ് പല ടൈപ്പുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്കുലർ അമിലോയിഡോസിസിനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ കുളിയും ഈ മാക്കുലർ അമിലോയിഡോസിസും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. പറഞ്ഞുതരാം. മാക്കുലർ അമിലോയിഡോസിസ് എന്ന കണ്ടീഷൻ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മുടെ ലൂഫയുടെ ഉപയോഗമാണ്. നമുക്കറിയാം നല്ലൊരു ശതമാനം ആൾക്കാരും കുളിക്കുന്ന സമയത്ത് ലൂഫ ഉപയോഗിക്കുന്നവരാണ്. ലൂഫ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ലൂഫയുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ലൂഫയുണ്ട്, അല്ലാതെ നാച്ചുറലി നമ്മൾ യൂസ് ചെയ്യുന്ന ലൂഫകളും ഉണ്ട്. അതായത് പീച്ചിങ്ങ എന്നൊക്കെ പറയും. എനിക്കത് കറക്റ്റ് എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നറിയില്ല. അങ്ങനെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൂഫ ഉപയോഗിച്ച് കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്കിന്നിൽ നല്ലോണം തേച്ച് ഉരച്ചിട്ടാണ് നമ്മൾ കുളിക്കുക. അങ്ങനെ കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് ഈ ലൂഫ ഉപയോഗിക്കുമ്പോഴുള്ള ഫ്രിക്ഷൻ കാരണം ഈ പറഞ്ഞ പ്രോട്ടീൻസ്, ഈ അമിലോയിഡ് പ്രോട്ടീൻസ് നമ്മുടെ സ്കിന്നിൻ്റെ താഴത്തെ ലെയറിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത്. അതായത് ഈ പറഞ്ഞ അമിലോയിഡ് പ്രോട്ടീൻസ് മെലാനിൻ, അതായത് നമ്മുടെ സ്കിന്നിന് ഈ കറുപ്പ് കളർ ഉണ്ടാക്കുന്ന ഈ പിഗ്മെൻറ്റ് ഈ മെലാനിനുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതൊരു കറുപ്പ് നിറത്തിൽ നമുക്ക് കാണപ്പെടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും 2 ദിവസം കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പിഗ്മെൻറ്റേഷൻ ആവുന്ന. അല്ല, ഇത് വളരെ സ്ലോ പ്രോസസ്സാണ്. അതായത് ഈ നമുക്ക് വിസിബിളായിട്ടുള്ള ഒരു കളറിലോട്ട് വരാൻ തന്നെ ഒരുപാട് നാളുകളെടുക്കും. അപ്പം നമ്മൾ 1 ദിവസമോ 2 ദിവസമോ ലൂഫ ഉപയോഗിച്ച് കുളിക്കുമ്പോഴല്ല ഇത് സംഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ലൂഫ ഉപയോഗിച്ച് കുളിക്കുന്നവരാണെങ്കിൽ നമുക്കിത് സംഭവിക്കും. ഞാനും ഇതേ ശീലമുള്ള ആൾ തന്നെയായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ ലൂഫയുടെ ഉപയോഗം നിർത്തി. നമ്മുടെ ശരീരത്തിൽ മാക്കുലർ അമിലോയിഡോസിസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ അപ്പർ ബാക്ക്, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡ്, അതുപോലെ കാല്, കൈമുട്ട്, കഴുത്ത് തുടങ്ങിയ ഏരിയാസിലാണ്. അപ്പം നിങ്ങൾ പലരും ചിലപ്പോൾ ഇത് സൺ ടാൻ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്യും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് നോക്കും. പക്ഷെ എന്നാലും അത് കുറയില്ല. മാക്കുലർ അമിലോയിഡോസിസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏഷ്യൻസിലാണ്. ഇപ്പോഴും അതിൻ്റെ മൂലകാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.
ഇനി സപ്പോസ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ സ്ലോലി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ബയോപ്സി ചെയ്യാം, അതായത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്തോ അവിടുന്ന് ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ബയോപ്സിക്ക് കൊടുക്കാവുന്നതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ കോങ്കോറോഡ് സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കുണ്ട്, അത് വെച്ചും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആ സ്റ്റെയിനിങ്ങിൽ ഈസി ആയിട്ട് ഈ പറഞ്ഞ പ്രോട്ടീൻസ്, അമിലോയിഡ് പ്രോട്ടീൻസ് നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പേര് കേൾക്കുമ്പോൾ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും കക്ഷി അത്ര ഭീകരനൊന്നും അല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഉപദ്രവവും കക്ഷിയെ കൊണ്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് എസ്തെറ്റിക് കൺസേൺ ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അതുകൊണ്ട് കാഴ്ചയിൽ കുറച്ച് ഭംഗിക്കുറവ് തോന്നുന്നു എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇന്ത്യയിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ലേസർ ട്രീറ്റ്മെൻ്റ് ആണ്, രണ്ടാമത്തേത് കെമിക്കൽ പീലിംഗ് ആണ്. നിങ്ങൾ ഈ കണ്ടീഷൻ കുറച്ച് സിവിയറായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞതൊരു 6 മാസമെങ്കിലും എടുക്കും വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് കാണാനായിട്ട്. ഇനി നിങ്ങളിതൊന്നും ബാധിക്കുന്നില്ല, അതായത് എൻ്റെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളതിന് വലിയ മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട, അതിനെ അങ്ങനെ തന്നെ വിടുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ലൂഫ മാത്രമല്ല ഇതിലെ വില്ലൻ. നിങ്ങളിനി സ്ക്രബ് പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് വരാം. അതായത് നമ്മൾ ചില ആൾക്കാർ ഈ ഡെഡ് സ്കിൻ സെൽസ് പോകാനായിട്ട് പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ശരീരത്തിൽ ഇങ്ങനെ തിരുമാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള ഏത് തരത്തിലുള്ള റബ്ബിങ് കൊണ്ടും ഈ പറഞ്ഞ കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.